இன்றைக்கி ஆக்சுவலாக வித்யாரம்பம். ஸோ இன்றைக்கி எங்களோட பாப்பாவை இங்கே வந்து பெரியவங்களோட ஆசையோட இந்த சரஸ்வதி கோவிலில் வந்து எழுதி முதல் எழுத்துக்களை வந்து ஆரம்பிச்சுட்டு அதுக்கப்புறம் வந்து பார்த்திங்கன்னா இந்த தங்கம் வச்சு நாக்கில் எழுதிட்டு இது பண்ணியிருக்கிறோம். ஸோ இதில் வந்து என்னென்னா வந்து நல்லபடியாக இருக்கும் அப்படிங்கிறது என்னோடய பாப்பாவோட இது எல்லாமே நல்லபடியாக ஸ்டார்ட் ஆகும், எஜுகேஷன்லாம் நல்லபடியாக ஸ்டார்ட் ஆகுங்கிறது வந்து எங்களோட எண்ணம். அப்புறம் வந்து பாப்பாவும் இங்கே கூட்டமும் நல்ல கூட்டமாக இருக்குது எழுதுறதுக்கு. ஏன்னா நிறைய பேரண்ட்ஸ் குழந்தைங்களை வந்து கூட்டிகிட்டு வந்திருக்கிறாங்க. नृसिंहरूपेणोग्रेण हन्तु
स्वरूपेण हतदैत्यमहाबले घोररूपे महारावे नारायणी नमोऽस्तुते दंष्ट्राकरालवदने शिरोमाला विभूषणे चामुण्डे मुण्डमदने नारायणी नमोऽस्तुते लक्ष्मीलज्जे महाविद्ये श्रद्धे पुष्टि स्वदे ध्रुवे महारात्रि महाविद्ये नारायणी नमोऽस्तुते वेदे सरस्वती वरे भूतिवा प्रवितामसे प्रियते त्वं प्रसीदेशे नारायणी नमोऽस्तुते नारायणी नमोऽस्तुते नारायणी नमोऽस्तुते हस्रनयनोज्ज्वले वृत्रप्राणहरे चैन्द्रे नारायणी नमोऽस्तुते शिवदूते स्वरूपेण हतदैत्यमहाबले घोररूपे महारावे नारायणी नमोऽस्तुते दंष्ट्राकरालवदने शिरोमाला विभूषणे चामुण्डे मुण्डमदने नारायणी नमोऽस्तुते लक्ष्मीलज्जे महाविद्ये श्रद्धे पुष्टि स्वदे ध्रुवे महारात्रि महाविद्ये नारायणी नमोऽस्तुते वेदे सरस्वती वरे भूतिवा प्रवितामसे प्रियते त्वं प्रसीदेशे नारायणी नमोऽस्तुते नारायणी नमोऽस्तुते नारायणी नमोऽस्तुते नारायणी नमोऽस्तुते ഞാൻ വിജയരാഘവനാണ്. ഈ തേവാരക്കെട്ട് സരസ്വതി ട്രസ്റ്റിൽ 34 വർഷം കൊണ്ട് സെക്രട്ടറിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് ഇന്ന് 10ാം ദിവസമാണ്. പ്രഥമ, തുതിയ, തിതിയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി എന്ന് 10 ദിനങ്ങളിൽ 9 ദിനങ്ങൾ നവരാത്രി ദിനവുമായിട്ട് ഒരു ദിവസം വിദ്യാരംഭവുമായിട്ട് സരസ്വതിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിൽ. ഈ സരസ്വതി ദേവി ഇവിടെ ഇരുന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തേക്ക് യാത്ര ഉണ്ടായിരുന്നു. സരസ്വതി ദേവിയുടെ എഴുന്നള്ളിപ്പോടുകൂടി ശുചീന്ദ്രത്തിൽ നിന്ന് മുന്നുദിത്ത നങ്കയും കുമാരകോൽ വേളിമല കുമാരസ്വാമിയും അകമ്പടി കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നത്. ഇവർ രണ്ടുപേരും എന്തിനാണ് സരസ്വതിക്ക് നവരാത്രി മണ്ഡപത്തിൽ സരസ്വതിക്ക് മാത്രമേ തിരുവനന്തപുരത്ത് പ്രവേശനമുള്ളൂ. മറ്റ് 2 വിഗ്രഹങ്ങളും ഒന്ന് ആര്യശാലയും ഒന്ന് ചെന്തിട്ടയിലുമാണ് വിശ്രമിക്കുന്നത്. അതിന് കാരണം ഈ സരസ്വതി ദേവി യാത്ര ചെയ്യുമ്പോൾ സൽക്കർമ്മമായ ദേവിക്ക് വഴിയിൽ ഭദ്രകാളി ദേവിയായ മുന്നുദിത്ത നങ്കയമ്മൻ വർത്താനം പറയാനും തൻ്റെ മകനായ വേളിമല കുമാരസ്വാമി വേലുകൊണ്ട് വിനയകറ്റി രണ്ടുപേരെയും എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് ഐതിഹ്യം. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് ആദ്യമായിട്ട് തേവാരക്കെട്ട് അവർ രണ്ടുപേരും തേവാരക്കെട്ടിൻ്റെ മുൻവശം പല്ലക്കിൽ വരികയും ഇവിടെ ഇരുന്ന് നമ്മളെ സരസ്വതി ദേവി മൂലസ്ഥാനമാണ്.
അതുകൊണ്ട് അതിനെ പൂജാരി തൂക്കിക്കൊണ്ടുവന്ന് തിടമ്പിലേറ്റി അതിനെ ആനപ്പുറത്ത് കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. മറ്റു 2 വിഗ്രഹങ്ങളും ചുമന്നുകൊണ്ടാണ് പോകുന്നത് പല്ലക്കിൽ. കാരണം ഇത് മൂലസ്ഥാനം. എവിടെ ഇറങ്ങുന്നോ അവിടെയൊക്കെ ഇതിന് ആറാട്ടുണ്ട്. കുഴിത്തറ താമിരഭരണിയിൽ ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസം നെയ്യാറിലും 3ാമത്തെ ദിവസം പത്മനാഭസ്വാമി കുളത്തിലും ആറാടിയാണ് ഇരിപ്പിടത്തിലേക്ക് പോകുന്നത് ദേവി. ഇതിവിടെ നിന്ന് തിരിക്കുമ്പം ഇവിടെ നിന്ന് തിരിച്ച് നേരെ ആദ്യം പോകുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ്. കൊട്ടാരത്തിൽ ഇത് പോകുന്ന കാരണം 1750 കെട്ടിയിട്ട കൊട്ടാരമാണ് ഈ പത്മനാഭപുരം കൊട്ടാരം. കോയിക്കൽ തെപ്പക്കുളങ്ങര കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1790 വരെയും 14 രാജാക്കന്മാർ ഇതിൻ്റെ അകത്ത് രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. 790 ശേഷം ഈ പരിപാടി ഇവിടെ നിന്ന് അവർ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. 1836 തിരുവനന്തപുരത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഗർഭശ്രീമാനായ സ്വാതിരുന്നാൾ സുഖമില്ലാതായി അദ്ദേഹം കിടപ്പിലാവുമ്പോഴാണ് ഈ നവരാത്രി ഘോഷയാത്ര തുടങ്ങിയത്. അതുവരെയും 1790 1836 വരെയും വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ രാജകുടുംബക്കാരെല്ലാം വന്ന് പത്മനാഭപുരം കൊട്ടാരത്തിൽ വിശ്രമിക്കും. അവിടെ പോയി ഈ ദേവി ഇവരെ എല്ലാവരെയും കണ്ട് രാജാവ് അവിടെ ഇരുന്ന് ഈ വഴിയാത്രയ്ക്കായിട്ടുള്ള രാജകാണിക്ക കൊടുക്കുകയും ഈ കാണിക്കയും മേടിച്ചുകൊണ്ടാണ് ഈ 3 വിഗ്രഹങ്ങളും ചുമന്നുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അത് കുറച്ച് പ്രബലമായി. കേരള പുരാവസ്തു വകുപ്പിൻ്റെ മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയും വന്നിരുന്നാണ് ഈ രാജകാണിക്ക ചടങ്ങ് ഇവിടെ നടത്തുന്നത്. ഈ ചടങ്ങും പൊട്ടുകൊണ്ടാണ് വാഹനങ്ങൾ ഇവിടെ നിന്ന് ഘോഷയാത്രയായിട്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോഴേക്കും പത്മനാഭസ്വാമി കോവിലിൽ തൻ്റെ സഹോദരൻ്റെ അടുത്ത് ദേവിക്ക് മാത്രമേ അനുവാദമുള്ളൂ. മറ്റത് മുരുകൻ ആര്യശാലയിലേക്കും ദേവി മുന്നുരുത്തനങ്ക ചെന്തിട്ടയിലേക്കും പോകും. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് നല്ലിരുപ്പ് ദേവി 10 ദിവസം നവരാത്രി പൂജയിൽ നല്ല ആഹാരങ്ങളും നിവേദ്യങ്ങളും നല്ല പൂജകളും അനുഭവിച്ച് ഒരു ദിവസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് നല്ലിരുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അന്ന് ആരെയും പ്രവേശിക്കില്ല തൊഴാൻ. ആ സമയം ഇവർ കൊണ്ടുവിട്ടതുപോലെ മുന്നുരുത്തനങ്കയും മുരുകൻ വാഹനവും ദേവിയെ വിളിക്കാനായിട്ട് പത്മനാഭസ്വാമിയുടെ നടയിലേക്ക് പോകും 11ൻ്റെ അന്ന്. അപ്പം പൂജാരി എന്ന് പറയും ഇന്നിങ്ങനെയാണ്, നല്ലിരുപ്പാണ്, ഇന്ന് വരത്തില്ല, നാളെയേ വരത്തുള്ളൂ. ഇവർ മടങ്ങി അവരവരെ കോവിലുകളിലേക്ക് പോകും. പിറ്റേ ദിവസം ഇവർ ആ കോപം കൊണ്ട് അവരെ വിളിക്കാൻ കൊട്ടാരത്തിൽ ചെല്ലാതെ കിള്ളിപ്പാലത്തിനടുത്തേ നിൽക്കും. അവിടെയാണ് ദേവി ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് സ്പീഡായിട്ട് വന്ന് അവിടെ നിന്നിട്ടാണ് തിരിച്ചു ഒന്നിച്ച് ഈ ഘോഷയാത്ര പോയതുപോലെ തിരിച്ചിവിടെ വരുന്നത്. ഈ നവരാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ശ്രീചക്രത്തിൻ്റെ പുറത്ത് താമരയിലാണ് ദേവി ഇരിക്കുന്നത്. ആ താമരപീഠത്തിനാണ് ശാലിഗ്രാമത്തിനാണ് പിന്നീടുള്ള 10 ദിവസം ഇവിടെ പൂജ. ഇവിടുത്തെ പൂജ രാവിലെ 7:30 നടക്കുമ്പം പത്മനാഭസ്വാമി പോലുള്ള സരസ്വതി മണ്ഡപത്തിൽ ആളുകൾ അലൗഡല്ല. 7 to 8:30 അടച്ചേക്ക്. കാരണം ദേവിയുടെ ശക്തി ചൈതന്യം ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം അതുപോലെ 6:30 to 7:30 ഭോജനങ്ങൾ അവിടെ അലൗഡല്ല. അപ്പോഴിവിടെ പൂജാ സമയമാണ്. അങ്ങനെയുള്ള ഒരു കൃത്യനിഷ്ഠയായിട്ടുള്ള ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. അതിൽ 9 ദിവസവും വിശേഷ ചെറുപ്പുകളും വിശേഷ പൂജകളും അതിനോടൊപ്പം തന്നെ കലാപരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് വിദ്യാരംഭം നടക്കുന്ന ദിവസമാണ് വിജയദശമി. 100-ലേറെ കുട്ടികളുടെ വിദ്യാരംഭങ്ങൾ ഇവിടെ കുറിക്കുകയുണ്ടായി. ഡാൻസ്, പാട്ട്, പഠിത്തത്തിനുള്ള വിദ്യാരംഭം, ഇങ്ങനെ എല്ലാ രീതിയിലും വലിയ വലിയ ഗുരുക്കന്മാരാണ്. റിട്ടയേർഡ് പ്രൊഫസേഴ്സ്, റിട്ടയേർഡ് ജഡ്ജസ് ഇവരൊക്കെ വന്നിരുന്നാണ് ഈ വിദ്യാരംഭ ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ തേവാരക്കെട്ട് സരസ്വതി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. തേവാരക്കെട്ടെന്ന് പറയാൻ കാരണം ഈ കൊട്ടാരം കെട്ടുമ്പോൾ 1550 കെട്ടുമ്പം ഇത് കോയിക്കൽ തെപ്പക്കുളങ്ങര കൊട്ടാരം എന്നറിയപ്പെട്ട് ഒരു കുളവും ഒരു ചെറിയ കെട്ടിടവും അതിനോടൊപ്പം ഹോമപ്പര എന്ന് പറയുന്ന ഒരു സ്ഥലവും കൂടെ ഇതിനകത്തുണ്ട്. നരസിംഹമൂർത്തിയുടെ അമ്പലം ആദികേശവനെ ചെവരിൽ വരഞ്ഞിട്ടിട്ടുണ്ട്. മ്യൂറൽ പെയിൻസിലാണ്. അതിൻ്റെ മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇടങ്ങളിലും ദേവി കിഴക്ക് ദർശനത്തിലാണ് ഇരുന്ന് ജനങ്ങൾക്ക് അരുൾ പാലിക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രം ദേവി മേற்கு വശം നോക്കിയാണ് ഇരിക്കുന്നത്. കാരണം അത് നോക്കിയിരിക്കുന്നത് ആദികേശവനെ നോക്കിയാണ് ഇരിക്കുന്നത്. ആദികേശവന് പുറംതിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ രീതിക്കാണ് ഇവിടെ ഇരിക്കുന്നത്. തേവാരക്കെട്ട് എന്ന് പറയാൻ കാരണം ആദികേശവ പെരുമാളിന് തിരുപ്പാവൈ, തിരുവമ്പാവൈ എന്നൊക്കെ പറഞ്ഞ് മാർഗഴി മാസം ആ ഭജനകളും ഏടുകൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഓലച്ചുവടികൾ കെട്ടി സൂക്ഷിച്ചു വച്ചിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. തേവാരക്കെട്ട് എന്ന് പറയുന്ന സ്ഥലം. അതിലാണ് താമരപീഠം ഉണ്ടാക്കി അതിൽ
നവരാത്രി മണ്ഡപത്തിൽ പാലസിനകത്തിരുന്ന ദേവിയെ 1732 അതിനകത്ത് വച്ചിരുന്ന ദേവിയാണ്. മാർത്താണ്ഡവർമ്മ വള്ളിയൂരിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതാണ്. വരഗുണപാണ്ഡി എന്ന് പറഞ്ഞ രാജാവിനെ തോൽപ്പിച്ച് വള്ളിയൂരിൽ നിന്ന് ഈ ദേവി കമ്പർ പൂജിച്ച് കലൈവാണിയെ എടുത്തുകൊണ്ട് വന്നതാണ്. ഈ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, സരസ്വതി എന്ന് പറഞ്ഞാൽ വീണ ഉണ്ടാവും, പക്ഷേ ഈ ദേവിക്ക് വീണ ഇല്ല. കാരണം വിദ്യാരൂപിണിയാണ്. ഒരു കയ്യിൽ കമണ്ഡലവും ഒരു കയ്യിൽ 52 അക്ഷരങ്ങളെ ചുറ്റിയ ഒരു കൗസ്തുഭം വെച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. വിദ്യ മാത്രമേ അരുളുന്ന ദേവിയാണ്. അങ്ങനെയുള്ളൊരു കമ്പർ ഇതിനെ വച്ചാണ് കമ്പരാമായണം എഴുതിയത്. അത്ര പേരുള്ള ഒരു ദേവിയുടെ വിഗ്രഹമാണ്. അതാണ് ഇവിടെ ഇരുന്നത് നവരാത്രി മണ്ഡപത്തിൽ. സ്റ്റേറ്റ് 1957 പിരിഞ്ഞപ്പോഴാണ് ഈ തേവാരപ്പുരയിൽ കൊണ്ടുവച്ച് ഇവിടെ നിന്ന് അതിൻ്റെ പൂജകൾ ആരംഭിച്ചതും ഈ രീതിയിലുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര അതിനടുത്ത് തന്നെ ഒരു തിരുമൂലർ എന്ന് പറഞ്ഞ് 3 വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തിയെ വെച്ചിട്ടുള്ള 3 അമ്പലങ്ങളും കൂടെ ഇതിനടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വരുന്ന ഭക്തജനങ്ങളെല്ലാം സരസ്വതിയും തൊഴുത് ഈ വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്ന് പറയുന്നത് ഒരേ നേരം തൊഴണം. അത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അതിനെ തൊഴാൻ പറ്റാത്തതുകൊണ്ട് മഹാരാജാവ് 3 ശിവലിംഗങ്ങളാക്കി ഇവിടെ വച്ച് തൊഴുതു. അത് ഭക്തജനങ്ങളായ നിങ്ങൾക്കും തൊഴുത് അനുഗ്രഹം വായിക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും വരികയാണെങ്കിൽ സരസ്വതിയും തൊഴുത് 3 ശിവലിംഗത്തിനെയും തൊഴുത് അരുൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു.